പ്രൈസ് ദി ലോർഡ്. കുണ്ടസ് ടിവിയുടെ നന്മ നിറഞ്ഞ മറിയാം എന്നുള്ള പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. നമ്മളിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചും അമ്മയുടെ ഈ അപ്പാരിഷനിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക വെളിപാടിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഗ്നോബിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തയായിരുന്ന റെയ്നോൾഡയ്ക്കാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമുണ്ടായത്. 1901 ഒക്ടോബർ 21 ജർമ്മനിയിലാണ് റെയ്നോൾഡിൻ്റെ ജനനം. കുഞ്ഞുനാൾ മുതലുള്ള റെയ്നോൾഡിൻ്റെ ഭക്തിയും പ്രാർത്ഥനയും പഠനകാലത്തിന് ശേഷം കോൺവെൻറ്റിൽ ചേരാൻ ഇടയാക്കി. എന്നാൽ വൈകാതെ റെയ്നോൾഡയ്ക്ക് രോഗം ബാധിക്കുകയും തുടർന്ന് കോൺവെൻറ്റിൽ നിന്നും തിരികെ പോരുകയും ചെയ്തു. 25-ാം വയസ്സിൽ വീണ്ടും റെയ്നോൾഡ കോൺവെൻറ്റിൽ തിരിച്ചെത്തുകയും അനേകം വിശ്വാസികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഒരുക്കുകയും വൈകാതെ റെയ്നോൾഡയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലഭിക്കുകയും ചെയ്തു. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യക്തിയുടെ പേര് റെയ്നോൾഡ എന്നാണ്. അവരുടെ ഫുൾ നെയിം റെയ്നോൾഡ അമ്മ എന്നാണ്. ഈ റെയ്നോൾഡ ജനിക്കുന്നത് ജർമ്മനിയിലാണ്. 1901 ഒക്ടോബർ മാസം 21. ഇനി ജർമ്മനിയുമായിട്ട് ബന്ധമില്ല. ഈ ജർമ്മനി വളർന്ന് വരുന്ന കാലത്ത് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ അപ്പാരിഷൻ ലഭിച്ച ആൾക്കാർക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പം അത് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഈ കുഞ്ഞുനാൾ മുതലേ ദിവ്യകാരുണ്യ ഭക്തൻ. ആര്? റെയ്നോൾഡ. അപ്പം ദിവ്യകാരുണ്യ ഭക്ത, അതായത് ദിവ്യകാരുണ്യ ഭക്തന്മാരുടെ കാര്യം അറിയാമല്ലോ. അവർ ഇതിൻ്റെ ഒരു ഉപാസകരായിരിക്കും ദിവ്യകാരുണ്യത്തിൻ്റെ. ഞാൻ ഒത്തിരി ദിവ്യകാരുണ്യ ഭക്തന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പം അത് കുർബാന എന്ന് പറയുമ്പോൾ എന്താണ്? ഈശോയാണല്ലോ. അപ്പം ഇതുപോലെ റെയ്നോൾഡ ഒരു ദിവ്യകാരുണ്യ ഭക്തൻ. നിങ്ങൾക്കും അത് വേണമെങ്കിൽ ഒരു കൃപ ചോദിച്ച് മേടിക്കാം ദൈവത്തോട്. നമ്മളെല്ലാവരും നോർമൽ ദിവ്യകാരുണ്യ ഭക്തയാണ് ജനങ്ങളെ. പക്ഷെ അതല്ല, ദിവ്യകാരുണ്യത്തിൻ്റെ പേഴ്സണൽ ഡിവോട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരാളാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവരുടെ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ കുട്ടി എങ്ങനെയായാലും മടത്തി ചേരും, ഒരു സിസ്റ്ററായി മാറും, സമർപ്പിതയാകും എന്നൊക്കെ ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറയാമല്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവർ പഠനകാലം കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റൻ കോൺവെൻറ്റിൽ ചേർന്നു. പക്ഷേ ബെനഡിക്റ്റൻ കോൺവെൻറ്റ് അറിയാമല്ലോ, ഭയങ്കര സഭയിലെ പുരാതനവും പൗരാണികവും പർവ്വത പാരമ്പര്യമുള്ള ഒരു ആത്മീയ സമർപ്പിത ശുശ്രൂഷ സംവിധാനമാണ്. അപ്പോൾ അവിടെ ചേർന്നെങ്കിലും അവർക്ക് രോഗം വന്ന് അവർ തിരിച്ചു പോകുന്നു. ഇപ്പം ചിലർ തിരിച്ചു പോകുന്നു കഴിഞ്ഞാൽ ആ പോക്കും പോകും, ഒരു പോക്കും പോകും. ഇപ്പം കോണൂരിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വരുവേ, അച്ഛാ എന്ത് പറഞ്ഞ് കരഞ്ഞൊക്കെ വരും. അപ്പം അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർ പറഞ്ഞു വിട്ടിരിക്കണം. അവർ ഉദ്ദേശിക്കാത്ത കാര്യം ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ വലിയ മിസ്റ്റേക്കായിരിക്കും. പക്ഷേ എങ്കിലും ഇവർക്ക് ഈ ദേവിളി പോകത്തില്ല. അപ്പം ഞാൻ അവരോടൊക്കെ പറയും, നീ പ്രാർത്ഥിച്ചൊരു കൊല്ലം വെയിറ്റ് ചെയ്യും, ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കർത്താവിനോട് ചോദിച്ച് മെസ്സേജ് എടുക്കാം. എന്നിട്ട് മെസ്സേജ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈശോനും യേശു പറയണമെങ്കിൽ ഇവർ എവിടെ ചെന്നാലും ഇവരെടുക്കും. അത് ഈശോ പറയണമല്ലേ, അപ്പോൾ അതിന് നമുക്ക് പ്രശ്നമില്ല.
ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രോഗിയായിട്ട് പോകണമെങ്കിലും ദൈവവിളി പോകുന്നിട്ടില്ല. രോഗമായത് കൊണ്ട് ഒരാളിന് ദൈവവിളി പോകത്തില്ലേ? അപ്പം ഇവരതുകൊണ്ട് വീണ്ടും തിരിച്ച് 25-ാമത്തെ വയസ്സിൽ ഇവർ ഈ സെൻറ്റ് ബെനഡിക്റ്റൻ കോൺവെൻറ്റിൽ തന്നെ സിസ്റ്ററാകും 25-ാമത്തെ വയസ്സിൽ. അപ്പോൾ അത് ഭയങ്കര ദൈവവിളിയാണ്. കാര്യം വലിയൊരു പരീക്ഷണമാണ്. തിരിച്ചു പോന്നിട്ട് ആ പ്രാർത്ഥനയിൽ തന്നെ തിരിച്ചു പോകുന്നൊരു കാര്യമില്ലേ. തിരിച്ചു പോന്നിട്ട് അങ്ങനെ കുറേ ആൾക്കാർ തിരിച്ചു പോരും. അവരിങ്ങനെ ലോകത്താന്മാരായിട്ട് ഒക്കെ നടന്ന് ആ ദൈവവിളി നശിപ്പിച്ചെടുത്തേക്കും. ഈ തിരിച്ചു പോകുന്ന പകല ഇപ്പോൾ കോൺവെൻറ്റിൽ നിന്നൊക്കെ തിരിച്ചു പോരുന്നില്ലേ. എൻ്റെ ഇന്നത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിരിക്കുന്നത്, എനിക്ക് മനസ്സിലായിരിക്കണത്, ഈ പോകുന്ന പകുതി ആൾക്കാർക്കും ദൈവവിളി പോയിട്ടില്ല. അവരായിട്ട് സൂക്ഷിക്കാതെ കളഞ്ഞാണ്. ഇവർക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അതേ വിശുദ്ധിയോടെ ജീവിച്ച് അതേ പ്രാർത്ഥനയോടെ പോയാൽ കർത്താവ് ഇവരെ തിരിച്ച് വിളിക്കും. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോകത്ത് എന്തെങ്കിലും ആഡംബരങ്ങൾ കിട്ടുമെന്നാ കാണുമെന്നാ വിചാരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത്. കാര്യം ഇപ്പോൾ എൻ്റെ ജീവിതം, ഞങ്ങളുടെയൊക്കെ വൈദിക ജീവിതമായാലും സാർപ്പര്യ ജീവിതമായാലും അത് 10 ദിവസത്തിൻ്റെ കാല് കഴുകുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഞാനീ ചെയ്തത് എന്താണ്? ഇപ്പം നമ്മുടെ ജീവിതത്തോട് ദൈവം ഒരു ചെയ്യണമല്ല. ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാകും. ഇതെല്ലാം നിത്യതയെ കണ്ടുള്ള ജീവിതമാണ്. ആരെങ്കിലും ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ക്രൈസിസൊക്കെ ഉണ്ടെന്നില്ല കോൺവെൻറ്റിലൊക്കെ, അവരുടെ നിത്യതയെക്കുറിച്ചുള്ള ഐഡിയ പോയിട്ടാണ്. ഞാനീ പറഞ്ഞത് ഇവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഈ റൈനോൾഡേക്ക് നിത്യതയെക്കുറിച്ചുള്ള ഐഡിയ പോയിട്ടില്ല. അവർ വീണ്ടും പോയി അവിടെ ചേർന്ന് ബെനഡിക്റ്റിൽ തന്നെ അവർ സിസ്റ്ററായി. അപ്പോൾ സിസ്റ്ററായി കഴിയുമ്പോഴും നമുക്കറിയാമല്ല, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത അവരുടെ? അവർ ദിവ്യകാരുണ്യ മിസ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ ദിവ്യകാരുണ്യത്തെ വല്ലാതെ കണ്ട് പ്രണയിക്കുകയും ആ ആധാരത്തിൽ ആത്മബന്ധത്തിലും ജീവിക്കുകയും ചെയ്യാൻ. 1955 പരിശുദ്ധ അമ്മ റെയ്നോൾഡയ്ക്ക് പ്രത്യക്ഷീകരണം നൽകുന്നത്. കുർബാന സ്വീകരിച്ച ശേഷം ഈശോ ഹൃദയത്തിൽ നിറയുന്ന നിമിഷത്തിലായിരുന്നു റെയ്നോൾഡയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലഭിച്ചത്. തുടർന്ന് ഗ്നോബിൽ 10 പ്രാവശ്യം പല ഘട്ടങ്ങളിലായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാവുകയും ചെയ്തു. പരിശുദ്ധ അമ്മ ഇവർക്ക് പ്രത്യക്ഷയാകണത് അതെന്ന് പറയുന്നത് 1955 ആഗസ്റ്റ് മാസം 22-ാം തീയതി അമ്മ ഇവർക്ക് പ്രത്യക്ഷയാകും. പ്രത്യക്ഷയാകുമ്പോഴേ അമ്മ അത് ആ പ്രത്യക്ഷയുടെ മുഹൂർത്തമുണ്ട്. എന്ന് വെച്ചാൽ ഇവർ കുർബാന സ്വീകരിച്ച് ഈശോ ഇവരുടെ ഹൃദയത്തെ നിറയണ സമയത്താണ് പെട്ടെന്ന് ഈ ബ്ലാസ്റ്റിംഗ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ കഠോര സൂര്യപ്രകാശത്തിൽ അമ്മ സ്വർഗീയ വെളിച്ചമായിട്ട് ഇവിടെ മുമ്പിൽ നിൽക്കും. അപ്പോഴേ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാവൂ? ഞാൻ ഐ ആം ദ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ. ഞാൻ സക്രാരിയാണെന്ന്. അമ്മ സക്രാരി ആരുടെ? അത്യുന്നതൻ്റെ, ദ മോസ്റ്റ് ഹൈ, അത്യുന്നതൻ്റെ സാന്നിധ്യം നൽകുന്ന സക്രാരിയാണെന്നാണ് പറയുന്നത്. അത് നമുക്കും അറിയാം. അമ്മ ഈശോനെ ഉദരത്തിൽ സംഭവിച്ചപ്പോൾ അമ്മയാണ് ആദ്യത്തെ സക്രാരി എന്ന് നമ്മൾ പറയും. അമ്മയാണ് ആദ്യത്തെ സക്രാരി എന്ന്. പക്ഷേ ഇവൾക്ക് ഈ കുർബാനയും കൊണ്ടുള്ള മിസ്റ്റിസിസം ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഇതിനെ തരുന്നൊരു വിഷയം എന്താണെന്നറിയാമോ? വൈ അപ്പാരിഷൻ ഹാപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ഇതാ. എല്ലാവരിലും തന്നെ അപ്പാരിഷൻ സംഭവിക്കുന്നുണ്ടാവും. സ്വപ്നമായിട്ടും ദർശനമായിട്ടും അടയാളമായിട്ടും ദിവാസ്വപ്നമായിട്ടും സ്വരമായിട്ടും വ്യത്യസ്തങ്ങളായ രീതികളിൽ ഓർമ്മയായിട്ടും ചിന്തയായിട്ടും ആലോചനയായിട്ടും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫോംസ് ഓഫ് അപ്പാരിഷൻസ് ഉണ്ട്. ചിലരിങ്ങനെ ഭയങ്കര ദൃശ്യമാകുന്നേ ഉള്ളൂ,
ചിലത് വളരെ ദൃശ്യമായിട്ട് കാണും. ഇവർക്ക് വന്നിരിക്കുന്നത് ഇവർ കുർബാന സ്വീകരിക്കുമ്പോൾ ഐ ആം ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ, അതായത് ഞാൻ അത്യുന്നതൻ്റെ വാഗ്ദാന പേടകമാണെന്ന്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ സക്രാരിട, ഇന്ന് നമ്മൾ കാണുന്ന സക്രാരിട അതിൻ്റെ ഒരു പഴയ കാലരൂപമാണ് വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്ന 3 കാര്യങ്ങളുണ്ട്. മന്നാപ്പം, ആകാശത്തിലെ മന്നാപ്പം, ഭജനത്തിൻ്റെ ചുരുള്, അഹ്റോൻ്റെ പൂത്ത വടി, ഇതെല്ലാം വാഗ്ദാന പേടകത്തിലെ കണ്ടൻറ്റുകളാണ്. പുതിയ കാലത്തെ ടബർനാക്കിളിലുള്ളത് എന്താണ്? പരിശുദ്ധ കർത്താവ് ഒരു തിരുശരീരമാകുന്ന തിരുവപ്പമാണ് ഉള്ളത്. അപ്പോൾ പരിശുദ്ധ അമ്മ കൊടുക്കുന്ന അപ്പാരിഷൻ മെസ്സേജ് എന്താണ്? ഞാൻ ഐ ആം ദ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ, അത്യുന്നതൻ്റെ സക്രാരിയാണെന്ന്. അത് വെച്ചാലേ ഇത് അമ്മ എങ്ങനെയാണ് സക്രാരി ആയതറിയാവോ? അതായത് ഇപ്പം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മംഗളവാർത്ത സമയത്ത് പറയുമ്പോഴേ ഗബ്രിയേൽ മാലാഖ എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം അതാണ് മോസ്റ്റ് ഹൈ എന്ന് പറയണത്. അപ്പം ലുക്കായ സുവിശേഷം 1:35 അനുസരിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അമ്മ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ ആവും. നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലാണ്. അമ്മ പറയുന്നുണ്ട് നിങ്ങളും ഇതുപോലെ ടബർനാക്കിളാകണം, അതാണ് കർത്താവിൻ്റെ ജീവിക്കുന്ന കൈകാലം വെച്ച പേടകമാകണം. അപ്പം അതെങ്ങനെയാണ് ആകണത്? നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇനി നിറവേറട്ടെ എന്ന് നമ്മ 1:38 പറയത്തില്ലേ? അപ്പോഴാണ് ടബർനാക്കിളാകണത്. ഇത് നമുക്ക് സാധിക്കും. അതാണ് അമ്മ പറയണത്, അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം അമ്മ പറഞ്ഞില്ലേ, ഇപ്പം ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഏതാണ്? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക എവിടെ? നോഗാണ്. നോവ് എന്ന് പറയും. NONGM, നോവ്. ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ നോമിൻ്റെ ദേവാലയത്തിൽ സിസ്റ്റർ റെയ്നോൾഡ വർക്ക് ചെയ്യുമ്പോഴേ അപ്പാരൻസിന് ശേഷം അമ്മ പറഞ്ഞതുപോലെ അവിടെയുള്ള എല്ലാവരെ കൊണ്ട് ജപമാല ചൊല്ലിക്കും. അനേകം മക്കളെ ദിവ്യകുർബാന സ്വീകരിക്കാൻ ഇവർ ഒരുക്കും. ഇങ്ങനെ അതെന്താണ്? അത് അമ്മ പറഞ്ഞതുപോലെ അവർ ചെയ്യുകയും. അമ്മ ആരാണ്? അമ്മ ഈശോ പറഞ്ഞ പോലെ ചെയ്യണ ആളാണ്. അപ്പം നമ്മളെപ്പോഴാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണത്, അപ്പോൾ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ ആകും, അത്യുന്നതൻ്റെ കൂടാരമായി മാറും. പ്രിയപ്പെട്ടവരെ, ഇത് ഈ അപ്പാരിഷൻ, അതായത് നോമിൽ നടന്ന ഈ അപ്പാരിഷൻ, അതായത് റെയ്നോൾഡയ്ക്ക് നടന്ന അപ്പാരിഷൻ, അത് അതായത് 1955 ആഗസ്റ്റ് 22 ഈ ആഗസ്റ്റ് 22 മുതൽ പിന്നെ അപ്പാരിഷൻസാണ് 1 by 1 ആയിട്ട്. അത് 1971 മെയ് 2 വരെ ഈ അപ്പാരിഷൻ നീളുന്നുണ്ട്. എത്ര എണ്ണം? 10 അപ്പാരിഷൻ. ഈ 10 അപ്പാരിഷനിലെ 4ാമത്തെ അപ്പാരിഷൻ, അതായത് 4ാമത്തെ പ്രത്യക്ഷീകരണം കുറച്ചുകൂടി ശ്രദ്ധേയമായതാണ്. കാര്യം അമ്മ ഈ നോമിൽ ഈ സ്ഥലത്ത് നിന്നിട്ട് അമ്മയുടെ കൈ റെയ്നോൾഡയുടെ നോക്കിക്കൊണ്ട് ഈ കൈ വടക്ക് പടിഞ്ഞോട്ടിങ്ങനെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അമ്മ പറയും, ഈ വടക്ക് പടിഞ്ഞാറ് വശത്ത് 7 അരുവികൾ കൂടുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അരുവികൾ കൂടുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയണം. കാര്യം മരിയം പ്രത്യക്ഷീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ദേവാലയം. കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് മക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ. എന്നിട്ട് അമ്മ എന്താ പറയണത്? ഈ ദേവാലയത്തിലേക്ക് ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർ വരികയും അവർക്ക്
ദൈവത്തെ അറിയുകയും അവർക്ക് വലിയ മനസ്സാന്തരം ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഈ എല്ലാ പ്രത്യക്ഷീകരണത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവത്തെ അറിയുക, ആത്മരക്ഷ പ്രാപിക്കുക, ദൈവത്തെ അറിയുക, മനസ്സാന്തരം ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുമ്പോഴും, ലോകിലെ ഈ അപ്പാഷനെക്കുറിച്ച് കേൾക്കുമ്പോഴും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തെ അറിയണം. അറിഞ്ഞവർ ആ അറിവിൽ ആഴപ്പെടണം. ആഴപ്പെട്ടവർ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പം ഇതെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനാണ്. അതെല്ലാം ആത്മീയമാണ് ശരിക്കുമേ. ആ ആധ്യാത്മിക ലക്ഷ്യം ആഫ്രിക്കയ്ക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇപ്പം കേട്ടുകൊണ്ടിരിക്കണം നമുക്കത് ബാധകമാണ്. ഗ്നോബിലെ 10 പ്രത്യക്ഷീകരണങ്ങളിൽ 6-ാമത്തെ പ്രത്യക്ഷീകരണം ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. എന്നെപ്പോലെ നിങ്ങളും എളിമപ്പെടണമെന്നായിരുന്നു പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നതും. ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഗ്നോബ്. പരിശുദ്ധ അമ്മ ഇവിടെ റെയ്നോർഡയ്ക്ക് പ്രത്യക്ഷീകരണം നൽകിയതിലൂടെ ഈ ദേവാലയം ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നോമിലെ അപ്പാരിഷൻ, അതായത് ബേസ്ഡ് ഓൺ അതായത് പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികതയെ അധികരിക്കുന്നതാണെന്ന് വേണേൽ പറയാം. കാര്യം അമ്മ 6-ാമത്തെ അപ്പാരിഷനിൽ പറയണത് നിങ്ങളെ എളിമപ്പെടണം. അതായത് നിങ്ങൾ എന്നെ പോലെ യേശുവുമായിട്ട് ഒന്നായി മാറണം. അതായത് അഹങ്കാരം, അതുപോലെ തന്നെ എളിമപ്പെടണമെന്ന് പറയുമ്പോൾ അർത്ഥം അറിയാമല്ല, സെൽഫിഷ്നസ് ഈസ് പ്രീസപ്പോസ്. അതായത് ഒരു വ്യക്തി ദൈവത്തെ അകലാനുള്ള മെയിൻ കാരണങ്ങളൊന്ന് അവരുടെ അഹങ്കാരമാണ്. നമ്മൾ എങ്ങനെ ജാത്യാഗുണം തൂത്താപ്പോരും അതൊക്കെ ചോദിക്കത്തില്ല ആൾക്കാർ. അതുപോലെ തൂത്താലും തുടച്ചാലും പോകാത്തൊരു സാധനമാണ് അഹങ്കാരം. ബുദ്ധിയും ബോധവും അനുസരിച്ച് നമ്മൾ എളിമപ്പെട്ട് കർത്താവിൻ്റെ ദിവസത്തെ കണ്ണീരോടെ ഇതൊരു വിഷയമായിട്ട് എടുത്ത് അവതരിപ്പിച്ച് ബോധപൂർവ്വം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ അഹങ്കാരം എങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളിമപ്പെട്ട് തന്നെത്താൻ എളിമപ്പെടുകയാണ്. ഇത് ഓരോ വിഷയം വരുമ്പോൾ താന്നു കൊടുത്തും വിട്ടുകൊടുത്തും നമ്മളാണ് അത് എളിമപ്പെട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തുന്നത്. അതായത് ഇപ്പോൾ 2 കൊറിന്ത്യർ 10:12 അതായത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അമ്മ പറഞ്ഞത് എന്നെപ്പോലെ നിങ്ങൾ എളിമപ്പെടണമെന്ന് പറഞ്ഞത്. പക്ഷെ അത് ബെസ്റ്റ് മെസ്സേജാണ്. കാര്യം യൂക്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പാരിഷനാണിത്. വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കാൻ നമ്മൾ സ്വയം എളിമപ്പെട്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഈ മെസ്സേജ് വരുന്നത്. 6-ാമത്തെ അപ്പാരിഷൻ വളരെ ശ്രദ്ധാപൂർവം കേട്ട ആധ്യാത്മിക ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയരവുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു അപ്പാരിഷനാണിത്. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞ പോലെ തന്നെ അവർ ദേവാലയം ആ സ്പ്രിങ് നീർച്ചാല് രൂപപ്പെട്ട സ്ഥലത്ത് തന്നെ അവർ ദേവാലയം നോമിൽ പണിയും. പണിതിട്ട് 1966 പെന്തക്കോസ്ത ദിവസം ദേവാലയം ആശീർവദിക്കും. ഇപ്പം ഈ ദേവാലയത്തിൻ്റെ ആ സ്പ്രിങ് അവിടെ നഷ്ടപ്പെട്ടു പോയില്ല. ആ സ്പ്രിങ് ഇന്നും അവിടെ ഉണ്ട്. ജനങ്ങളെല്ലാം ഈ സ്പ്രിങ്ങിൽ നെർച്ചരിയിൽ കാല് കഴുകിയിട്ടാണ് ദേവാലയത്തിലോട്ട് കയറുന്നത്. നമ്മൾ ലൂർദിൽ നടക്കണ പോലെയുള്ള വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഈ നോമെന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ലൂർദ് പോലെ തന്നെ. അപ്പോൾ വലിയൊരു സംഭവമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം എവിടെയുണ്ട് അവിടെ മാനസാന്തരം ഉണ്ടാകും, അവിടെ സഭ പുനരുദ്ധരിക്കപ്പെടും, സഭ പണിയപ്പെടും, ജനങ്ങൾക്ക് ദൈവിക അനുഭവം ഉണ്ടാകും. ഇത് വലിയ ഒരു ക്യാപിറ്റൽ മിറക്കിളാണ്. കാര്യം നോമിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം. അപ്പോൾ ഇവിടെ നോമിൻ്റെ പ്രത്യക്ഷപ്പെടൽ പരിശുദ്ധ അമ്മയുടെ ശരിക്കും പറഞ്ഞാൽ
താബോർ മലയിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന സമയത്തുണ്ടാകുന്ന സൂര്യശോഭയിൽ തന്നെയാണ് ഈ റൈനോൾഡായിക്കും അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അവിടെ ഊന്നൽ കൊടുക്കുന്ന മുഴുവനും ടബർനാക്കിൾ, ഐ ആം ദ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ, ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യ കൂടാരമാണെന്ന്, മോസ്റ്റ് ഹൈ, അത്യുന്നതൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ. അപ്പോൾ എന്നിട്ട് പിന്നീട് പറയും, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും ദൈവത്തിൻ്റെ ടബർനാക്കിളാകണം, സാന്നിധ്യ കൂടാരമാകണം. ഇതനുസരിച്ച് ആണ് ഈ ദേവാലയം പണിയാൻ പറയണത്. അപ്പോൾ ദേവാലയം പണിയേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഓൾട്ടറിൽ ചുറ്റും എപ്പോഴും തീർത്ഥാടകർ വരണം, എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം, ദൈവത്തെക്കുറിച്ച് ആലോചിക്കണം, വചനത്തെക്കുറിച്ച് പ്രചരിപ്പിക്കണം. അങ്ങനെ വലിയ തോതിലുള്ള മനസ്സാന്തരം സംഭവിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തീർത്ഥാടനത്തിൻ്റെ ദൈവികമായ ലക്ഷ്യം. ഇപ്പോൾ വേളാങ്കണ്ണിയിലായാലും എവിടെ കൂടുതലായാലും ഫാത്തിമയിലും എവിടെയെങ്കിലും ദേവാലയം പറഞ്ഞാൽ ആ നമ്മ കാണുന്ന വലിയൊരു ഒരു നിർമ്മിതിയല്ല ഉദ്ദേശിക്കുന്നത്, ഓൾട്ടറാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. ഓൾട്ടർ എന്തിനാണ്? ദിവ്യകാരുണ്യം മുറിക്കപ്പെടാൻ, ദിവ്യകാരുണ്യം സംലഭ്യമാക്കുന്നത് ആരാ? ഓൾട്ടറാണ്. അപ്പം നമ്മളെ ദിവ്യകാരുണ്യത്തിലേക്ക് കൂടുതൽ ഐക്യപ്പെട്ട് കൃപ നിറഞ്ഞ് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ് ഈ നോം അപ്പാരിഷനിലൂടെ. ഇതൊരു പെക്യുലർ അപ്പാരിഷനാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അപ്പാരിഷൻ രീതികളെല്ലാം പോണത്. കാര്യം എന്തും ഇന്ന് ആ ഒരു റൈനോൾഡായിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ നോമിൻ്റെ പള്ളിയിൽ ആ പ്രദേശം മുഴുവനുമാണ് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നത്, വിശ്വാസം സ്വീകരിച്ചത്. പഴയ വിശ്വാസം സ്വീകരിക്കുക, വിശ്വാസം കൊടുക്കുക, അതാണ് മരിയ പാരിഷൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ഈ 81 റൈനോൾഡ കോളം ക്യാൻസർ വന്നിട്ട് മരിക്കും. പക്ഷെ മരിക്കണ മുമ്പ് അവർ അപ്പോഴും തന്നെ ഈ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻസൊക്കെ നടത്തും. തനിക്കുണ്ടായ അനുഭവങ്ങൾ ലോക്കൽ ബിഷപ്സിനോട് ചെന്ന് പറയുകയും കത്ത് വിടുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അതിന് ജനങ്ങൾ തീർത്ഥാടനം സഭ അന്വേഷണത്തിന് വേണ്ടി നിർത്തി വച്ചിട്ടും ജനങ്ങൾ പ്രൈവറ്റായിട്ട് അകലെ നിന്നൊക്കെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ പാടുകൾ പോകത്തില്ല അവിടെ. തീർത്ഥാടനമൊക്കെ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സഭയുടെ ഉദ്ദേശം ഔദ്യോഗികമായ സ്റ്റോപ്പാണെങ്കിലും ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ട്. ജനങ്ങളതനുസരിച്ച് താല്പര്യമുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് 84 ആകുമ്പോൾ അവിടെ വേറൊരു ദേവാലയം, പണ്ടത്തെ ചെറിയ ദേവാലയത്തിന് പകരം വലിയൊരു ദേവാലയം പണിത് അത് മാതാവിൻ്റെ പേര് പ്രതിഷ്ഠിക്കും. പക്ഷേ അവിടെ ഇപ്പോഴും ജനങ്ങൾ പാഷൻ പ്രത്യക്ഷീകരണ സ്ഥലമായിട്ട് തന്നെ കണ്ടുകൊണ്ട് പ്രാർത്ഥന തുടരുന്നുണ്ട്. പക്ഷേ യുക്രിസ്റ്റ് ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ അത് ഇനിയും സഭ പഠിച്ച് അതിൻ്റെ അത് ആ ഒരു ഡെഫിനിഷൻ, കാര്യം മാതാവിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസൊക്കെ അത് സഭ പെട്ടെന്ന് പറയത്തില്ല. കാര്യം ഒത്തിരിയേറെ അപ്പാരിഷൻസ് 2000 വർഷങ്ങളോട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കാലാന്തരത്തിലാണത് സഭ ആ ഒരു ആന്തരിക ബോധ്യത്തിൽ എത്തണത്. ദ ടബർനാക്കിൾ ഓഫ് ദി മോസ്റ്റ് ഹൈ എന്നുള്ളത് ഇനിയും സഭ പഠിച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അമ്മയുടെ പേരിൽ വലിയ മാനസാന്തരവും പ്രാർത്ഥനയും തീർത്ഥാടനവും ഇന്നും നോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യക്ഷീകരണം കേൾക്കുന്ന നിങ്ങൾക്കും അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കട്ടെ. നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ നന്മ നിറഞ്ഞു മറിയുമെന്നുള്ള എപ്പിസോഡ് സ്വർഗത്തിൻ്റെ ഒരു വരദാനമാണ്. കാര്യം അപ്പാരിഷൻ ദൈവത്തിൻ്റെ മനസ്സാണ്. അമ്മയിലൂടെ വെളിപ്പെട്ട കാലാന്തരങ്ങളിലുള്ള ദൈവതിരുമനസ്സ് അതിനെ വിശദീകരിക്കപ്പെടുകയും അത് കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സാണ് നമ്മൾ നിറവേറണമെന്നുള്ള ബോധ്യത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം കേട്ടതിനും അതനുവർത്തിക്കാൻ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്.